ഹായ് മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് നോമ്പ് തുറക്കുണ്ടായിരുന്ന മമ്പുറത്തായിരുന്നു. ഇതാണ് മമ്പുറത്ത് അറിയപ്പെട്ട സ്പെഷ്യൽ ചീരാക്കഞ്ഞി എന്നറിയും. എത്ര ആളുകളാണ് അവിടുന്ന് കഴിക്കേണ്ടത്, എത്ര ആളുകളാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയോ? ഒരുപാട് ആളുകൾ. ആ ഒരു ചെമ്പ് മൊത്തം ചീരാക്കഞ്ഞിയക്കരം. ഈ കഞ്ഞി പല നാട്ടുക്കും ഇത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആളുകൾ കണ്ടില്ല, ഇതാ ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പാത്രം ഏറ്റവും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനി ഇതിലേക്ക് ആളുകൾക്ക് ഇങ്ങനെ കൊടുന്ന് പാർന്ന് കൊടുക്കും, ഓരോരുത്തർക്കും പാർന്ന് കൊടുക്കും. അപ്പോൾ ഏകദേശം നോമ്പെക്കും. അതിൻ്റെ കൂടെ ഒരു അച്ചാറും. ഏകദേശം നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് എല്ലാവരും കയ്യിലും ഈ ചീരാക്കഞ്ഞി എത്തും. അത് എല്ലാ വ്യാഴാഴ്ച രാവിലും അവിടെ സലാത്ത് നടക്കുന്നുണ്ട്. ആ സലാത്ത് നടക്കേണ്ട സമയത്താണ്. അതൊരു പ്രത്യേക രസമുള്ള ചീരാക്കഞ്ഞിയാണ്. ഈ കഞ്ഞി ഇതാണ് മമ്പുറം മക്കാമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? മമ്പുറം മക്കാം. ഈ ചീരാക്കഞ്ഞി നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അത് കിട്ടൂല. ഇത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അവർക്ക് ഓരോരുത്തർക്ക് ആദ്യം പ്ലേറ്റ് കൊടുന്ന് നോക്കും. നമ്മളെ റഷീദൊക്കെ ഇപ്പോൾ അവിടെ വന്നു കണ്ടില്ലേ? കണ്ട ചീരാക്കഞ്ഞി ഓരോരുത്തർക്ക് പാർന്ന് കഴിഞ്ഞു. ചീരാക്കഞ്ഞി എടുക്കേണ്ട സ്ഥലമാണ്, ഇവിടെ നിന്നാണ് എടുക്കേണ്ട. എത്ര ആളുകളാണ് ഓരോ നാട്ടിലും പാത്രത്തിലാക്കി കൊണ്ടുപോകേണ്ടത്. ജഗ്ഗിലായിട്ടും കുപ്പിയിലായിട്ടും പല സ്ഥലത്തും അടക്കി. ഇതാണ് ഈ കഞ്ഞി ഫുള്ള് തീർക്കും. ആദ്യം അവിടെ വന്ന ആളുകൾക്കാണ്ട് കൊടുത്ത് പാത്രത്തിലാക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്യും? പിന്നെ ഇത് ബാക്കിയുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും കൊണ്ടാകാം, നിങ്ങൾ പാത്രമായിട്ട് വന്നാൽ മതി എന്ന് മാത്രം. കണ്ടില്ലേ? എത്ര ആളുകളാണ് ആ ഇരിക്കുന്നവരൊക്കെ കഞ്ഞി കൊടുക്കാൻ വേണ്ടി, നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് രസമുള്ള കഞ്ഞിയാണ്ട് നോക്കണം. എന്താ മഞ്ഞ നിറത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ഇരിക്കുന്ന ആളുകളൊക്കെ കഞ്ഞി കുടിക്കാനുള്ള ആളുകളാണ്. അങ്ങനെ നമ്മളും ആ ചാൻസിൽ പെട്ട് എന്ത് രസമുള്ള കഞ്ഞി. വേറെ പ്രത്യേക ടേസ്റ്റ്. പിന്നെ അവിടെ ബർക്കത്തിന് വേണ്ടി പല ആൾക്കാർ പലതും കൊടുക്കുന്നതുകൊണ്ട് ഈത്തപ്പഴമായിട്ടും ബിരിയാണി ആയിട്ടും പിന്നെ പൊരികളായിട്ടും ഒരുവിധം സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അച്ചടക്കത്തോടു കൂടി കഞ്ഞിങ്ങനെ വാങ്ങി കുടിക്കുക. എന്താ സംഭവം, ഭയങ്കര രസമായിപ്പോയി. അപ്പോൾ എല്ലാ വേഴിച്ചും പറ്റുമെങ്കിൽ നമുക്കും കിട്ടി കഞ്ഞി, കൂടെ ഒരു അച്ചാറും. അതാണ് അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അവിടെ പുറത്ത് പലതും കൊടുക്കുന്നുണ്ട്, അത് വേണ്ടവർക്ക് വാങ്ങാം. നമ്മളതൊന്നും വാങ്ങാൻ നിന്നില്ല. നമ്മൾ ചീരാക്കഞ്ഞി കുടിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു പൊതിയും കിട്ടിയിരിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. ഓക്കേ.